മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോടോ. എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കൽ എന്ത് വാപ്പയ്ക്കട പ്രാന്ത്? ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. എന്താ പന്നി എന്നോടാ ചോദിച്ചത്? എന്താന്ന്? അറാം പറഞ്ഞോനെ, ഈ എന്റെ മോക്ക് കത്തയിട്ടു അല്ലേ? അന്ന ഞാൻ അടിച്ച് പൊളിക്കണ അടിച്ച് പൊളിക്കണല്ല. പോയി ഓനെ വിട്ടേക്ക്. ഹൈഡ്രോസേ, അവൻ പൊക്കോട്ടെ. വേണ്ട, ഈ എങ്ങാനും ഇടപെടണ്ട. എന്നൊന്നും ചെയ്യരുത്. എനിക്ക് അവനെ നിക്കായി തീർണം. എന്തിട്ടേ പറഞ്ഞേ? ഒന്നുകൂടെ പറയ്. ഹൈഡ്രോസേ, അവൻ പൊക്കോട്ടെ. വെറുതെ അവനെ കൊന്നിട്ട് നീ എന്തിനാ ജയിലിൽ പോണത്? പൊയ്ക്കോ പന്നി സുവറേ. നീ എന്നെ ഈ കുന്നത്തങ്ങാടി കണ്ട എന്റെ മയ്യത്താ. ഹൈദ്രോസിന്റെ മോളെ കെട്ടാൻ വന്നിരിക്കുന്നു. ഹിമാർ പറ. അസിസേ, ഒരു ചെഴുത്താനാ. അന്നെ ഇപ്പോ പടച്ചോൻ കാത്ത്. അനക്ക് വല്ലാണ്ട് പറ്റുമോ മോനെ? സാരമില്ല, ഞാൻ പോവാം. നീ എവിടേക്കാ പോണത്? കുന്നത്തങ്ങാടി എന്താ ഓന്റെ വാപ്പയുടെയാ? പടച്ചോനെ, ഞമ്മളൊരു പെണ്ണായി പോയല്ലോ. കൈ അങ്ങനെ സരിക്കുക. ആണായിരുന്നെങ്കിൽ ഓനെ തല്ലിക്കൊന്ന് പെണ്ണിനെ കൊണ്ടുപോകും. കൊണ്ടോട്ടേക്ക് പോവാ? വാപ്പ എന്നെ കൊല്ലും. ഇങ്ങനെ എല്ലാരും പേടിച്ച് എങ്ങനെ കയ്യ? മോനെ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ കുറച്ച് ഉസിരൊക്കെ വേണം. ജനിച്ചു കഴിഞ്ഞാ ഒരു പ്രാവശ്യം മരിക്കുള്ളൂ. പിന്നെ ആരെ പേടിക്കാൻ എന്റെ മോനെ? ഒച്ച ഉണ്ടാക്കണ്ട. ഞാനാ അസീസ്. ഞാൻ പോവാ. എനിക്ക്
എനിക്കറിയാം അമ്മനെ കത്ത് വായിച്ചിട്ടുണ്ടാവില്ല. അമ്മനെ വായിക്കണം, എന്റെ പൂതിയാ. വായിക്കൂലേ? ആമനന്റെ ബാപ്പതല്ലേതാ? സാരമില്ല, അമ്മനയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. വിജയുണ്ടെങ്കിൽ നമുക്കിനിയും കാണാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്പൂർണ്ണ സാക്ഷരത എന്ന മുദ്രാവാക്യവുമായി ഒരു നവയുഗം പടുത്തുയർത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജ്ഞാനത്തിന്റെ ദീപശിഖയുമായി ഇതാ ഈ സാക്ഷരജാഥ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആളുണ്ട് കേട്ടോ അവിടെ. അതെ അതെ, വരണം. കുറെ ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. കുട്ടി എന്താ എപ്പോഴും ക്ലാസ്സിലേക്ക് നോക്കിയിരിക്കുന്നത്? പഠിച്ചിട്ടുണ്ടോ? പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പഠിച്ച വായിക്കാൻ ആരുടെയും സഹായം തേടണ്ട, സ്വയം എഴുതാൻ പഠിക്കണം. എന്താ, പഠിക്കില്ലേ? ആ, കുഞ്ഞലയിൽ വരും. ഓന്റെ അടുത്ത് നമ്മൾ ബാണിയംകുളം ചന്ത കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞത്. ഞാൻ നാസർ. മനസ്സിലായി. ആളുകളെ പേപ്പിക്കാൻ നടക്കണോ? ആനക്കൊന്നും വേറെ പണിയില്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ. ഇവിടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ പഠിപ്പിക്കാന്ന്. പെണ്ണുങ്ങളെ മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഐദോസ്കയും പഠിപ്പിക്കാം. അയ്യടാ, നമ്മൾ കണക്കൂട്ടിന് എന്തി അനക്ക് പറ്റുമോ? ഐദോസ്ക അത് മാത്രം പോരാ, എഴുതാനും വായിക്കാനും പഠിക്കണം. ഐദോസ്കാക്ക് ഇഷ്ടമാണെങ്കിൽ ഇറങ്ങണം എന്റെ കൂടി. 45 കൊല്ലമായിട്ട് മുഖത്ത് നോക്കി ഒരുത്തരും ചോദിക്കാത്ത ചോദ്യ അടയ്ക്ക പോലുള്ള ഈ പഠിക്കണമെന്ന് ഹൈദ്രോസിനോട് കടന്നു പോവാൻ. ഉമ്മ, എല്ലാരും പഠിക്കണ്ട്, എനിക്കും പഠിക്കണം. നീ വിഷമിക്കണ്ട, അന്റെ മോഹല്ലേ, നമ്മൾ വഴിയുണ്ടാക്കാം. മാഷേ, മൂപ്പര് പറഞ്ഞോണ്ട് മാഷൊന്നും വിചാരിക്കരുത്. സാരമില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് പതിവാ. മാഷക്ക് ബുദ്ധിമുട്ടാവില്ല അച്ഛാ. ആമയ്ക്ക് പഠിക്കണമെന്നുണ്ട്. ക്ലാസ്സിൽ വരാൻ കഴിയൂല, അതറിഞ്ഞ ഓളെ മയ്യത്താക്കും. മയ്യത്താകാതെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ? അപ്പോ നാളെ മുതല് ഇന്നലെ മാഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞ പിന്നെ സുബഹി ബാങ്ക് കേൾക്കണവരെ ഓൾ ഉറങ്ങിയിട്ടില്ല. ആമിനിക്കെന്താ പേടി തോന്നുന്നുണ്ടോ? പഠിക്കുന്നത് വാപ്പ കാണുന്നുള്ള പേടി ആദ്യം കളയണം. അത് കണ്ട എന്താ ഉണ്ടാവുക? നമ്മളെ കൊല്ലും. കൊല്ലട്ടെ. ആമിന, എഴുതാനും വായിക്കാനും അറിയാതെ ആടുമാടുകളെ പോലെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുകയല്ലേ.